ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയതും എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യയാണ്. എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15 അത് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് വളർച്ച, സ്വാശ്രയത്വം, തുല്യത, ആധുനികവൽക്കരണം മുതലായവയാണ്. ഇപ്പോൾ പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2019 അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ക്വസ്റ്റ്യനാണ് ദ പ്ലാൻ എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇനി ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനെ അർത്ഥമാക്കുന്നത് ആ രാജ്യത്തിൻ്റെ വളർച്ച എന്നതാണ്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലിനെയാണ് ആധുനികവൽക്കരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആധുനികവൽക്കരണം എന്ന് ചോദിച്ചാൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലിനെയാണ് നമ്മൾ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് സ്വാശ്രയത്വം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് തുല്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയിലെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അത് നടന്ന INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1937 ഇമ്പോർട്ടൻ്റ് ആണ്. 1938 ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വരുന്നത്. 1944 ഗാന്ധിയൻ പദ്ധതി ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ ആ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാവെന്ന് പറയുന്നത് ശ്രീമൻ നാരായണൻ അഗർവാളാണ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പയാണ്. അപ്പോൾ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് JC കുമരപ്പയാണ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് MN റോയിയാണ്. 1945 ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ കൊണ്ടുവരുന്നത് MN റോയിയാണ്.